ഹായ് ഹലോ കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? മാഷാല്ലാ, ഞാനായിട്ട് സുഖമായിരിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ എളുപ്പത്തിൽ അങ്ങനെ നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ സ്റ്റൂ. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഓരോന്നായിട്ട് പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാനത് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ മസ്റ്റാണ്, വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് കുരുമുളക് കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അത് പൊട്ടി വന്നപ്പോഴത്തേനും നമുക്കിതിലോട്ട് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ അരിഞ്ഞിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്കിതിലേക്ക് 2 സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുകെ കീറിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടി വന്നോട്ടെ. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെയാണ് ഇൻഗ്രീഡിയൻസും ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു ക്യാരറ്റും ഒരു പൊട്ടാറ്റോയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വലിയ ക്യാരറ്റും പൊട്ടാറ്റോ ആയതുകൊണ്ടാണ് ഓരോന്നായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായി ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പിന്നെയാണ് ഞാൻ കാണാറുള്ളത്. അത് പറഞ്ഞില്ലല്ലോ. അത് ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പോൾ തന്നെ എൻ്റെ നാക്കും കുഴയും. പിന്നെ പറയാനൊന്നും കിട്ടത്തുമില്ല. പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ചോദിച്ചാൽ മതി, കമൻറ്റ് വഴിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റും പൊട്ടാറ്റൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും 1/4 ടീസ്പൂണ് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചെറിയ പണിയൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓരോ സാധനത്തിനും വീഡിയോ എടുക്കണം, എന്നിട്ട് അത് എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മളത് നേരെ എഡിറ്റ് ചെയ്യണം, എന്നിട്ട് അതിൽ വോയിസ് ഓവർ എടുക്കുക. അപ്പോൾ ഇത് വീട്ടു പണിയും കുട്ടികളൊക്കെ നോക്കലാകുമ്പോൾ കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് കുട്ടികൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെയോ രാത്രി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് പറയാൻ ചില കാര്യങ്ങളൊക്കെ വിട്ടു പോകാറുണ്ട് കേട്ടോ. വോയിസ് ഓവർ എടുക്കുമ്പോൾ പിന്നെ പറയണ്ട, എൻ്റെ നാക്ക് വരത്തിയില്ല കേട്ടോ. നാക്ക് മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ്. അങ്ങനെ പൊടീൻ്റെ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ ചിക്കൻ ഇട്ടതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കത്തൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് പാനാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ അടി പിടിക്കുന്ന പാത്രമാണെങ്കിൽ തീ ഒരുപാട് കൂട്ടി കൊടുക്കരുത്. അടിയിൽ പിടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ
തീ കൂട്ടി കൊടുക്കണം കേട്ടോ. ഇതുപോലെയുള്ള നോൺ സ്റ്റിക്ക് പാനാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തീ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രമാണെങ്കിലും കൂട്ടി കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ തീ കൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, പടി പിടിക്കത്തില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് എന്താ വെച്ചാൽ ഈ ചിക്കൻ കൂടി ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്ന്. അങ്ങനെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനും കൂടി ആ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളം കൂടി ഇറങ്ങി വരും, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അത് നമ്മുടെ നേരത്തെ തന്നെ എടുത്ത് വെക്കുക, നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ എടുക്കുന്ന പകുതിയിൽ ആയത് ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത് കേട്ടോ, ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ നേരത്തെ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, അതിൽ നിന്ന് ചിക്കൻ്റെ വെള്ളമാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. അപ്പോൾ ചിക്കനും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 1-ാം പാലും 2-ാം പാലും ആയിട്ട് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എടുത്ത് വെച്ച തേങ്ങാപ്പാലിൻ്റെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ തേങ്ങാപ്പാലിൻ്റെ. അങ്ങനെ ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം ഇനി ചിക്കന് വേവാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇത് മിക്സാക്കി കൊടുത്തിട്ട് ഉപ്പ് വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ കട്ടിപ്പാലെടുക്കാം കേട്ടോ. 1-ാം പാല് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിപ്പാലെടുക്കുക, എന്നിട്ട് 2-ാം പാലിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസാക്കി എടുക്കുക, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യം നമ്മൾ 1-ാം പാലെടുക്കുമ്പോൾ നല്ല കട്ടിയോട് കൂടി തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിനിപ്പോൾ ഇത് വെന്ത് വന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാവേ. ഇനിയിപ്പോൾ ഇത് നമ്മൾ വേവാൻ വെച്ച സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇളക്കാൻ മറക്കരുത് കേട്ടോ. അത് അടി പിടിച്ചാൽ പിന്നെ നമ്മുടെ കറീൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് തുറന്ന് നോക്കുക. ഇതിപ്പോൾ പൊട്ടറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഇതിലൊന്ന് തിളച്ച് വന്നിട്ട് കേട്ടോ, നന്നായി കുക്കായി വന്നിട്ടുണ്ട്. 2 മിനിറ്റും കൂടി ഒന്ന് ഇരുന്നോട്ടെ, അപ്പോൾ നല്ല സെറ്റ് ആയിക്കോളും. ഇത് നല്ലൊരു എന്താ പറയുക, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ കണ്ടിട്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതിനായിട്ട് മുമ്പ് നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അതിനോടൊപ്പം തന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാഷ്യൂനട്ട് അരച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചാൽ, ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാഷ്യൂനട്ട് ഇല്ലയെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുണ്ടാകുന്നില്ല, ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിൽ കാഷ്യൂനട്ട് ചേർത്തിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും, പക്ഷേ ഇട്ടില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഇടരുത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കറി വെക്കുമ്പോൾ കുറച്ച് ഇട്ടിട്ട് നോക്കിയിട്ട് ഇട്ടെടുക്കാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിട്ടെടുക്കുമ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ, അത് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുത്തിരുന്ന ചെറിയൊരു കുമ്പളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് മതി. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. ഈ പൊടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും
ഈ കറി എങ്ങനെയാണെന്നും എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നട്ടാ. എന്താ വെച്ചാൽ നമുക്ക് ഒരു കറി ടേസ്റ്റ് ഉണ്ടോ ഇല്ല നമുക്കൊരു കറി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഈ സമയത്ത് മതിയിട്ട് ഇത്രയും തിളച്ചാൽ മതി, ഒരുപാട് നേരം വെക്കരുത്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് കറിവേപ്പില തണ്ട് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പിലിൻ്റെ തണ്ടില്ല, അതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. കടകയിൽ കറിവേപ്പില പൊട്ടിച്ച് തണ്ടുണ്ടെങ്കിൽ തണ്ടോട് കൂടി തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ സെർവ് ചെയ്യരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ കറി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇടിയപ്പാന്ന് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതും കൂടി സെറ്റാക്കി എടുക്കുക. ആ സമയത്ത് നമ്മുടെ ചിക്കൻ സ്റ്റൂ സെറ്റായി വരും. അപ്പോൾ അത് വെള്ളം തളിച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഇടിയപ്പം വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് അങ്ങനെ നമ്മുടെ ഇടിയപ്പം സെറ്റായിട്ടുണ്ട്. ഇടിയപ്പത്തിന് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ രാത്രിയാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുട്ടികൾ വിശക്കുന്നൊന്ന് കരയുമ്പോൾ എനിക്ക് ഇടിയപ്പത്തിന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുട്ടികളല്ലേ കരയുമ്പോൾ പിന്നെ അവർക്ക് ചെയ്ത് കൊടുക്കണമല്ലോ, ഇത് മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അത് വിചാരിച്ചു വേറെ ദിവസം കാണിച്ചു തരാമെന്ന്. ഇടിയപ്പത്തിന് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളി ഇടിയപ്പമാണ്. അപ്പോൾ ഞാനിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ അതാരും കാണിച്ചിട്ടില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വേറൊരു ദിവസമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം ചിക്കൻ സ്റ്റൂ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിമ്പിൾ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.